പക്ഷെ സതിയുടെ തുടക്കം എവിടെ നിന്നാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ സതിയുടെ തുടക്കം? എവിടെ നിന്നാണ് സതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദുരാചാരമെന്ന് നമ്മളെ ഇവർ പറഞ്ഞു പഠിപ്പിച്ച ഇതിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നമ്മളെ ഏതെങ്കിലും ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ മുഗളന്മാരും മുഹമ്മദിൻ ഗോറിയുടെ കാലം തൊട്ട് ഇന്ത്യയെ അവർ ആക്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോകും. സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം മകൻ അല്ലെ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാടി വീരചർമ്മം പ്രാപിച്ച് അവന്റെ ശവശരീരം അവിടെ കഴുകന്മാർ കൊത്തിവലിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ ഇവിടം ആക്രമിച്ച ഈ മുഹമ്മദിൻ ഗോറിയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക അധിനിവേശക്കാർ ഈ സ്ത്രീകളെ അന്തപുരക്കളിൽ നിന്ന് ലൈനായിട്ട് ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോകുന്ന വഴി അവളുടെ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ അവളെ പൂർണ്ണ നഗ്നയാക്കി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടും. അതിലും ഭേദമാണ് തന്റെ ഭർത്താവിന്റെ മരണം അറിഞ്ഞെന്ന് സ്വന്തം ചിത ഒരുക്കിയിട്ട് അതിനകത്ത് ചാടി മരിക്കുന്നതെന്ന് ഭാരത സ്ത്രീ തീരുമാനിച്ചു. എടാ കാസക്കുണ്ട, നിന്നോട് പത്മാവത് മൂവിയിലെ കഥ പറയാനല്ല ഇവിടെ പറഞ്ഞത്. സതി അതിലോട്ട് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിനെ കൂട്ടിക്കെട്ടി അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നക്കാപ്പിച്ച കൊണ്ട് ചത്തു പോകേണ്ട അവസ്ഥയാണല്ലോ നിനക്കൊക്കെ. പത്മാവത് മൂവി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ കഥ അതുപോലെ വന്നിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു വേദിയിൽ വന്നിട്ട് ഈ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിച്ച് കിട്ടുന്ന ചോര കുടിച്ച് നക്കി ജീവിക്കുന്ന നായ, നിന്നോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. നിനക്ക് ഈ പറഞ്ഞ പത്മാവത് മൂവിയിലെ കഥ അല്ലാണ്ട് നമ്മുടെ ചരിത്രങ്ങളും പുരാണങ്ങളൊക്കെ അറിയാം നിനക്ക്? മഹാഭാരതത്തിൽ അല്ലെങ്കിൽ വിഷ്ണു പുരാണത്തിൽ അല്ലെങ്കിൽ ഈ പ്രീവിയസ് അതായത് പ്രീ ഗുപ്ത എറയിൽ ഇതിലൊക്കെയാണ് ഈ പറഞ്ഞ സതി ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അത് വല്ലതും അറിയോ നിനക്ക്? ചോള സാമ്രാജ്യം, ചോളന്മാരുടെ കാലത്ത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് 1970-കളിൽ 1170 കൊല്ലങ്ങൾക്ക് മുമ്പ് രാജേന്ദ്ര ചോള ആ സമയത്ത് അയാൾ ഇവിടെ നമ്മളെ ചോള രാജാവായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ഫലകങ്ങൾ വരെ ഉണ്ട് ഇത് കൊത്തിവെച്ചിട്ടുള്ള, ഇതിൻ്റെ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഫലകങ്ങൾ വരെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. കൃഷ്ണൻ്റെ അച്ഛൻ വസുദേവൻ്റെ 4 ഭാര്യമാർ സതി നിർവഹിച്ചത്. കൃഷ്ണൻ മരിച്ച സമയത്ത് കൃഷ്ണൻ്റെ 4 ഭാര്യമാർ മുതൽ 8 ഭാര്യമാർ വരെ സതി അനുഷ്ഠിച്ചിരുന്ന വിഷ്ണു പുരാണത്തിലും മഹാഭാരതത്തിലും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ പ്രീ ഗുപ്ത എറയിൽ എന്താണുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. ഇവനെപ്പോലത്തെ ആളുകൾ നമ്മുടെ നാട്ടിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും തമ്മിലടുപ്പിക്കാൻ എന്ത് വൃത്തികെട്ട ചെറ്റ വർത്താനങ്ങളും വിളമ്പും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ 1-2 പേര് വീഡിയോ ചെയ്ത് കണ്ടു, പക്ഷെ അതിലൊന്നും അല്ലാത്ത കുറച്ച് നോട്ട്സും അതിൻ്റെ വിത്ത് പ്രൂഫും മഹാഭാരതത്തിലെ പോർഷൻസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാം. നമുക്ക് സതിയുടെ ഉത്ഭവം എവിടുന്നാന്നുള്ളത് അറിയാം. അതായത് നമ്മൾ ഇപ്പം ഈ ഹിന്ദു പുരാണ സ്ക്രിപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മഹാഭാരതത്തിലാണ്, അതുപോലെ തന്നെ ഋഗ്വേദത്തിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. മഹാഭാരതത്തിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളതിന് ചെറിയൊരു പോർഷൻ ഞാൻ വെച്ച് തരാം. അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത് 7.18 ആയിട്ടുള്ള, എനിക്കറിയില്ല അതിൻ്റെ എന്താണ് പറവം എന്തൊക്കെ പറയുന്നുണ്ട്, ആ ഒരു പോർഷനിലാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ കാര്യമായിട്ട് പറയുന്നത് വസുദേവ, അതായത് കൃഷ്ണൻ്റെ അപ്പനായിട്ടുള്ള വസുദേവൻ്റെ 4 വൈഫ്, അതായത് വസുദേവൻ മരിച്ച സമയത്ത് 4 വൈഫ്, അതിൽ ദേവകി, ഭദ്ര, രോഹിണി ആൻഡ് മദീര, ഈ 4 പേരും ഈ സതി അനുഷ്ഠിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അത് വരുന്നത് എവിടെയല്ല 7.73 to 74 ഇത് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ലാണ്ട് കൃഷ്ണൻ മരിച്ച സമയത്ത് കൃഷ്ണൻ്റെ ഭാര്യമാരായിരുന്ന രുക്മിണി, ഗാന്ധാരി, സൈബ്യ, ഹൈമാവതി, ജന്മാവതി, ഇവരൊക്കെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും അന്ന് സതി അനുഷ്ഠിച്ച് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അതിൽ മാത്രമല്ല കേട്ടോ, ഇനി വിഷ്ണു പുരാണം എടുത്തു കഴിഞ്ഞാൽ വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് 8 ക്വീൻസ് ഓഫ് കൃഷ്ണ, അതായത് 8 ഭാര്യമാർ, കൃഷ്ണൻ്റെ 8 ഭാര്യമാർ, അതിൽ രുക്മിണി ആൻഡ് അതേഴ്സ് എൻറ്റേർഡ് ഫയർ ഓൺ ഡെത്ത് ഓഫ് കൃഷ്ണ. അതായത് മഹാഭാരതത്തിൽ മാത്രമല്ല കൃഷ്ണപുരാണത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശാന്തി പർവ, അതിൻ്റെ ഒക്കെ ഇത് നിങ്ങൾ കയ്യിൽ നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ എത്രാമത്തെ അധ്യായമാണ് 1466 അധ്യായത്തിലാണ് ഇത് പറയുന്നത്. ദ ശാന്തി പർവ ചാപ്റ്റർ 140a ഡിസ്ക്രൈബ് ഹൗ എ കപ്പോത്തി ഫീമെയിൽ പീജൻ എൻറ്റേർഡ് ഫയർ ഇൻ ദ ഡെത്ത് ഓഫ് ഹെർ ഹസ്ബൻഡ് ദ ബേർഡ്, അത് വരുന്നത് 1467. അങ്ങനെ ഇതിൽ കൃഷ്ണപുരാണത്തിലും ഇതുവാ പറയുന്നത്. അതിൽ കൃഷ്ണപുരാണവും മഹാഭാരതത്തിനും ഒക്കെ ശേഷമാണ് ഈ പറഞ്ഞ മുഹമ്മദ് ഗോരിയും അല്ലെങ്കിൽ മുഗൾ ഭരണാധികാരികൾ ഇന്ത്യ പിടിച്ചെടുത്തത് എന്നുള്ളത്
നമ്മുടെ കാസ വാണത്തിന് അറിയാത്തത് കൊണ്ടല്ല, അവനത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണാക്കിൽ അടിച്ച് കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇനി അത് മാത്രമല്ല, ആ ഒരു നിങ്ങൾ മാറ്റി നിർത്തിക്കോ, ഇതൊക്കെ പുരാണങ്ങളും നമ്മുടെ എന്താ പറയുക പല കോൺട്രവേഴ്സീസ് ഉള്ള സ്ഥിതിക്ക് അത് മാറ്റി നിർത്തി. ഇനി നമുക്ക് ഈ ഒരു ചോള രാജാക്കന്മാരുടെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാട്ടോ, ഞാനീ പറയുന്നത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എപ്പോഴാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ വന്നത് നമുക്കറിയാം, അല്ലെ, മുഗൾ ഭരണം വന്നത് എന്ന് നമുക്കറിയാം. അപ്പം ഇത് പറയപ്പെടുന്നത് 979 അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് 979 1979 അല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിൻ്റെ മുമ്പ് 909 നൂറ്റാണ്ടിൽ 8ാമത്തെ 9ാമത്തെ നൂറ്റാണ്ടിൽ സതി ഉണ്ടായതിൻ്റെ അന്നത്തെ കൊത്തി വെച്ചിട്ടുള്ള അന്നത്തെ ഫോട്ടോസ്, ഇത് വെറുതെ പറയുന്നതല്ല, അന്നത്തെ ഫോട്ടോ കൊത്തി വെച്ചിട്ടുള്ള അതിൻ്റെ അതിൻ്റെ കല്ലിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് വരുന്നത് രാജേന്ദ്ര ചോള എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വൈഫ്, അല്ലെങ്കിൽ അയാൾ മരിച്ച സമയത്ത് ആ സമയത്ത് സതി അനുഷ്ഠിച്ചതിൻ്റെ ഫോട്ടോസാണ് നമ്മൾ കാണുക. ആ കാലത്തുള്ള ഫലകങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നടക്കുന്നത് ഈ മുഗളൊക്കെ ഇവിടെ വരുന്നതിൻ്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇനി അതും പോട്ടെ, ഇനി അതൊന്നും അല്ലാണ്ട് വേറൊരു ഇത് പറയപ്പെടുന്നതിന്, അതായത് പ്രീ ഗുപ്ത ഇറയിൽ, അതായത് ഗുപ്ത രാജാക്കന്മാരുടെ മുമ്പ്, അതായത് 1500 കൊല്ലങ്ങൾക്ക് മുമ്പാട്ടോ അത് പറയപ്പെടുന്നത്. ഏകദേശം AD 510 അത് വരുന്നത്. അത് വരുന്നത് എന്താണ്, ഗോപരാജ വിച്ച് സെയ്സ് ദാറ്റ് ഹിസ് വൈസ് അക്കമ്പനീഡ് ഹിം ഓൺ ദ ഫ്യൂണറൽ അതെ, ആ സമയത്താണ് പറയപ്പെടുന്നത്. അതിൻ്റെ വോളിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. 16 നേപ്പാൾ, ഇതൊക്കെ ഇൻക്രിപ്ഷൻ ഓഫ് നേപ്പാൾ ഇൻക്രിപ്ഷൻ 705 AD വേർ രാജ്യാവതി വിഡോ ഓഫ് ധർമ്മദേവൻ്റെ വിഡോ ആയിട്ടുള്ള രാജ്യാവതി ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെർ സൺ മഹാദേവയുടെ കാലത്തും ഇത് കാണിക്കപ്പെടുന്നുണ്ട്. ഷീ ഓൾസോ ഫോളോ ഹെർ ഹസ്ബൻഡ്. അങ്ങനെ ഒരുപാട് ഇത് മൊത്തം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ സ്ക്രിപ്റ്റേഴ്സിലാണോ ഇതുള്ളത്, ഇതിലെല്ലാത്തിലും സതി എപ്പം വന്നു, എവിടുന്ന് വന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇനി ഈ രജപുത്ര യുദ്ധങ്ങൾക്ക് നമുക്കറിയാം, രജപുത്ര യുദ്ധങ്ങളുടെ സമയത്ത് അവർ പരസ്പരം യുദ്ധം ചെയ്യുന്ന സമയത്താണ് പിന്നെ ഈ സതി ഭയങ്കരമായിട്ട് കൂടി വന്നത്. അതിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ മുഗൾ ഇങ്ങോട്ട് വരുന്നതും ഈവൻ ഈ പറഞ്ഞ കാസക്കുണ്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്തിനാടാ ഇമാതിരി പച്ചക്ക് നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങളും പുരാണങ്ങളും, അതായത് പുരാണങ്ങൾ ഹിന്ദുക്കളുടെ മഹാഭാരതമാണെങ്കിലും വേണ്ടില്ല, എന്താ പറയുക ഈ പറഞ്ഞ ഋഗ്വേദമാണെങ്കിലും വേണ്ടില്ല, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഹിന്ദു സനാതനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത്. ഇതിലൊക്കെ പച്ചക്ക് എഴുതി വെച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ 1000-1500 വർഷങ്ങൾക്ക് മുമ്പുള്ള പല കൊത്തി വെച്ചിട്ടുള്ളതിലൊക്കെ സതി വ്യക്തമായിട്ട് എഴുതിയത് പച്ചക്ക് വെറുതെ ഒരു വയസ്സായ കുട്ടി ഇപ്പോൾ ഒരു ഗൂഗിളിൽ അടിച്ചു നോക്കി അതിൻ്റെ കണക്ക് കിട്ടും. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് നീയൊക്കെ ഈ കിടന്നിട്ട് ഇമ്മാതിരി സ്റ്റേജിൽ പോയിട്ട് സംസാരിച്ച് എന്തിനാടാ ഈ ഹിന്ദുവിനും മുസ്ലിമിനും തമ്മിലടുപ്പിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാടാ ഈ ഹിന്ദുവിനെയും അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യനും തമ്മിലടുപ്പിച്ചിട്ട് നിനക്ക് എന്ത് സുഖമാടാ കിട്ടുന്നത്? ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നീ നിൻ്റെയൊക്കെ തന്തയുടെയും തള്ളയുടെയും അങ്ങനെ തന്നെ പറയട്ടെ, നിന്നൊക്കെ ഉണ്ടാക്കിയ ആ ഒരു നിർഗുണ ബീജം വെച്ചിട്ട് നിന്നൊക്കെ പുറത്തോട്ട് കടത്തി വിട്ടിട്ടുണ്ടല്ലോ, നീയൊക്കെ അപ്പിയിട്ടുണ്ടായതാണെന്ന് തോന്നിപ്പോവും. ഇത്തരത്തിൽ വന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിനക്ക് എന്തൊരു സുഖമാണ് കിട്ടുന്നത്? ഈ പൈസ കൊണ്ടിട്ട് നീ നിൻ്റെ മക്കൾ കൂട്ടുന്ന സമയത്ത് ആ മക്കൾക്ക് അത് ദഹിക്കും നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ഇനി എല്ലാം കഴിഞ്ഞ് ചാവാൻ കിടക്കുമ്പോൾ നിനക്ക് ഒരു സ്പൂണ് വെള്ളം നിനക്ക് കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ? ഇമ്മാതിരി ആളുകളെ തമ്മിലടുപ്പിക്കുന്നത്. ലോകത്ത് പല തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ ലൈഫിൻ്റെ എൻഡ് എന്താണെന്നും നമ്മൾ, പക്ഷേ സ്വന്തം മനുഷ്യന്മാരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ മെനഞ്ഞ് വിട്ടിട്ട് നിനക്ക് കിട്ടുന്ന ആ ഒരു സുഖവും നിനക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ഒരു കാലത്തും ഗുണം പിടിക്കാണ്ട് ചാവും. നമ്മൾ പറയല്ലോ ഈ നരകിച്ച് ചാവുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ മരണത്തിനൊക്കെ നിന്നെപ്പോലത്തെ ആളുകൾ ഏറ്റവും ബെസ്റ്റ്. അത്തരത്തിലുള്ള ആളുകളെ തമ്മിലടുപ്പിക്കുന്നതിന് പോയി ചത്തൂടടാ.